ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മിത് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടാണ്. വെറും 2 പഴം ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴമാണ്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വാട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ പഴം നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നല്ലതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പഴവും തേങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉടയാത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഉടച്ചു കൊടുക്കണം. ഒരു തവിയോണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്മാഷറോടോ നല്ലതുപോലെ തന്നെ പഴമൊക്കെ ഉടച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ നമുക്ക് കുഴച്ചിട്ടെടുക്കണം. ഒന്നിച്ച് വെള്ളമൊഴിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ലൂസായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് 2 ഭാഗമാക്കിയിട്ടെടുക്കാം. ഇനി കുറച്ച് മൈദ ഒന്ന് തൂക്കിക്കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു തിക്നെസ്സിൽ മതി നമുക്ക്. അധികം കട്ടിയാക്കിയിട്ടെടുത്താൽ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ തന്നെ ആക്കിയിട്ടെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കി വെച്ച പഴം അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു സ്പാച്ചില കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുക എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പൊട്ടില്ല. നല്ലതുപോലെ തന്നെ റോളാക്കി കിട്ടും. ഇനി ഇതിൻ്റെ 2 സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളൊക്കെ ആ ഒരു ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് അതുപോലെ തന്നെ പരത്തിയെടുത്ത് നമുക്ക് ബാക്കി വന്ന പഴവും ചേർത്ത് ഇതുപോലെ തന്നെ ആക്കിയിട്ടെടുക്കാം. ഇനി കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി മറ്റേ സൈഡ് നല്ലതുപോലെ കളർ ചേഞ്ച് ആയതിനു ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാനെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്. കഴിക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്.
കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.